ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽ ശൃംഖലകളിലൊന്നായാണ് ഇന്ത്യൻ റെയിൽവേ അറിയപ്പെടുന്നത്. ഓരോ ദിവസവും കോടിക്കണക്കിന് യാത്രക്കാർക്ക് ആശ്രയമാകുന്ന പൊതുഗതാഗത സംവിധാനം രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നു. എന്നാൽ യാത്രക്കാരുടെ എണ്ണത്തിലും ശൃംഖലയുടെ വ്യാപ്തിയിലും ലോകോത്തര നിലവാരം പുലർത്തുമ്പോഴും അടിസ്ഥാന ശുചിത്വത്തിന്റെ കാര്യത്തിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ എവിടെ നിൽക്കുന്നു എന്നത് പ്രധാന ചോദ്യമാണ്. പ്രധാനമന്ത്രിയുടെ സ്വച്ഛ് ഭാരത് അഭിയാൻ പോലുള്ള ദേശീയ ദൗത്യങ്ങൾ ശക്തി പ്രാപിക്കുമ്പോഴും റെയിൽവേ സ്റ്റേഷനുകളിലെ ശുചിത്വം സംബന്ധിച്ച ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ആശങ്കയുളവാക്കുന്നതാണ്. തമിഴ്നാട്ടിലെ തിരക്കേറിയ പ്രാദേശിക സ്റ്റേഷനുകൾ മുതൽ ഉത്തർപ്രദേശിലെ പ്രധാന ജംഗ്ഷനുകൾ വരെ വൃത്തിഹീനമായ സ്റ്റേഷനുകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. ഇത് വെറും ഒരു വൃത്തിയുടെ പ്രശ്നം മാത്രമല്ല, മറിച്ച് യാത്രക്കാരുടെ ആരോഗ്യത്തെയും രാജ്യത്തിന്റെ പ്രതിച്ഛായയെയും ബാധിക്കുന്ന ഗുരുതരമായ വിഷയം കൂടിയാണ്. രാജ്യത്തെ ഏറ്റവും വൃത്തിഹീനമായ റെയിൽവേ സ്റ്റേഷനുകളുടെ പട്ടികയിൽ ഏറ്റവും പിന്നിലുള്ളത് ഉത്തർപ്രദേശിലെ ജോൺപൂർ ജില്ലയിലെ ഷാഹ്ഗഞ്ച് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. NST 3 വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഈ സ്റ്റേഷൻ വലിയ ഗതാഗത പ്രാധാന്യമുള്ള കേന്ദ്രം കൂടിയാണ്. റെയിൽവേയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഉയർന്ന വരുമാനവും യാത്രക്കാരുടെ തിരക്കുമുള്ള സ്റ്റേഷനുകൾ ഈ വിഭാഗത്തിൽ വരുമ്പോൾ അടിസ്ഥാന ശുചിത്വത്തിൽ ഇത്രയധികം പിന്നോട്ടു പോയത് ഗൗരവമായി കാണേണ്ടതുണ്ട്. ഇതിനു പിന്നാലെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ സദർ ബസാർ റെയിൽവേ സ്റ്റേഷനും മോശം സ്റ്റേഷനുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. റെയിൽ സ്വച്ഛ് പോർട്ടൽ പോലുള്ള ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ നൽകുന്ന വിവരമനുസരിച്ച് സദർ ബസാറിനെ വൃത്തിഹീനമാക്കുന്നതിൽ പ്രധാന പങ്ക് അശാസ്ത്രീയമായ ഡ്രെയിനേജ് സംവിധാനങ്ങളും നിയന്ത്രണമില്ലാതെ മാലിന്യം നിക്ഷേപിക്കുന്നതുമാണ്. വൻ നഗരങ്ങളിലെ റെയിൽവേ സ്റ്റേഷനുകൾക്ക് അവയുടെ പരിസരത്തുള്ള അനധികൃത കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന മാലിന്യത്തിന്റെ വലിയ ഭാരം താങ്ങേണ്ടി വരുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇത് കൈകാര്യം ചെയ്യുന്നതിലെ കെടുകാര്യസ്ഥതയാണ് വൃത്തിഹീനമായ അന്തരീക്ഷത്തിലേക്ക് നയിക്കുന്നത്. ഉത്തരേന്ത്യൻ റെയിൽവേ സ്റ്റേഷനുകൾ മാത്രമല്ല, തിരക്കേറിയ ദക്ഷിണ റെയിൽവേയുടെ ഭാഗമായ തമിഴ്നാട്ടിലെ ചില സ്റ്റേഷനുകളും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ചെന്നൈ റെയിൽവേ ഡിവിഷന് കീഴിലുള്ള പെരുങ്കളത്തൂർ റെയിൽവേ സ്റ്റേഷനാണ് അതിലൊന്ന്. ചെന്നൈ നഗരപ്രാന്തത്തിലുള്ള ഈ സ്റ്റേഷൻ ധാരാളം യാത്രക്കാർ നഗരത്തിലേക്ക് ജോലിക്കായി ആശ്രയിക്കുന്ന പ്രധാന പോയിന്റ് കൂടിയാണ്. ഇവിടെ ശുചിത്വ നിലവാരം താഴുന്നത് പ്രാദേശിക യാത്രാ സൗകര്യങ്ങളെ ആശ്രയിക്കുന്ന സാധാരണ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നു. ഇതുകൂടാതെ ചെന്നൈയുടെ പ്രാന്തപ്രദേശങ്ങളിലെ വേളച്ചേരി, കൂടൽച്ചേരി റെയിൽവേ സ്റ്റേഷനുകളും വൃത്തിഹീനമായ കേന്ദ്രങ്ങളുടെ പട്ടികയിലുണ്ട്. പ്രാദേശിക ട്രെയിൻ സർവീസുകൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഈ സ്റ്റേഷനുകൾ യാത്രക്കാരുടെ വർധനവിനനുസരിച്ച് പരിപാലിക്കപ്പെടുന്നില്ല എന്നതിന്റെ വ്യക്തമായ ഉദാഹരണം കൂടിയാണ്. ഒരു റെയിൽവേ സ്റ്റേഷൻ വൃത്തിഹീനമാകുമ്പോൾ അവിടെ തങ്ങി നിൽക്കുന്ന ദുർഗന്ധം, ഈച്ചകളും കൊതുകുകളും പെരുകാനുള്ള സാധ്യത, പ്ലാറ്റ്ഫോമുകളിലും റെയിൽവേ ട്രാക്കുകളിലും കെട്ടിക്കിടക്കുന്ന മാലിന്യം എന്നിവ യാത്രക്കാർക്ക് രോഗം പടരാനുള്ള സാധ്യത കൂടി കൂട്ടും. റെയിൽവേ സ്റ്റേഷനുകൾ വൃത്തിഹീനമാകുന്നതിനു പിന്നിൽ വിവിധ ഘടനാപരമായ കാരണങ്ങളുമുണ്ട്. പ്രധാനമായി ബഡ്ജറ്റും തൊഴിലാളികളുടെ കുറവുമാണ് ഒരു പ്രശ്നം. സ്റ്റേഷനുകളുടെ വലിപ്പത്തിനനുസരിച്ചുള്ള ശുചീകരണ തൊഴിലാളികളെ നിയമിക്കുന്നതിലും മതിയായ ഫണ്ട് അനുവദിക്കുന്നതിലും റെയിൽവേ പലപ്പോഴും പരാജയപ്പെടുന്നു. കരാർ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് പലപ്പോഴും ശുചീകരണത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കാൻ കാരണമാകുന്നു. രണ്ടാമതായി, ഡ്രെയിനേജ് സംവിധാനത്തിന്റെ അപര്യാപ്തതയാണ് വെല്ലുവിളി. മഴക്കാലത്ത് വെള്ളക്കെട്ട് ഒഴിവാക്കാനോ പ്ലാറ്റ്ഫോമുകൾ വൃത്തിയാക്കുമ്പോൾ ഉണ്ടാകുന്ന മലിനജലം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാനോ ഉള്ള ഡ്രെയിനേജ് സംവിധാനങ്ങൾ പല സ്റ്റേഷനുകളിലും കാര്യക്ഷമമല്ല. ഡൽഹിയിലെ സദർ ബസാറിലെ പ്രശ്നം ഇതിനൊരു ഉദാഹരണമാണ്. മൂന്നാമതായി, പൊതുജന പങ്കാളിത്തത്തിന്റെ അഭാവം ശുചിത്വ നിലവാരം തകരാറിലാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. റെയിൽവേ സ്റ്റേഷനുകൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ജീവനക്കാരുടെ മാത്രം ഉത്തരവാദിത്തമല്ല. യാത്രക്കാർ പ്ലാറ്റ്ഫോമുകളിലും ട്രാക്കുകളിലും മാലിന്യം വലിച്ചെറിയുന്നതും മറ്റും ശുചിത്വമില്ലായ്മയ്ക്കുള്ള പ്രശ്നങ്ങൾ വഷളാക്കുന്നു. കൂടാതെ മാലിന്യം നിക്ഷേപിക്കാനുള്ള പെട്ടികളില്ലാത്തതും പ്രശ്നം രൂക്ഷമാക്കുന്നു. അവസാനമായി, പല സ്റ്റേഷനുകളിലെയും ടോയ്ലറ്റുകൾ പോലുള്ള പഴകിയ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കാൻ വൈകുന്നതും വൃത്തിയും വെടുപ്പും ഉറപ്പുവരുത്തുന്നതിന് തടസ്സമായി നിലനിൽക്കുന്നു. ബീഹാറിലെ പാറ്റ്ന, മുസാഫർപൂർ, അററിയ കോട്ട് എന്നിവിടങ്ങളിലെ സ്റ്റേഷനുകളും UPയിലെ ഝാൻസി, ബറേലി സ്റ്റേഷനുകളും ഈ പൊതുവായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള റെയിൽവേ സ്റ്റേഷനുകൾ വൃത്തിഹീനമായ പട്ടികയിൽ ഇടം നേടുന്നത് പ്രശ്നം പ്രാദേശികമല്ല, മറിച്ച് ഇന്ത്യൻ റെയിൽവേയുടെ മൊത്തത്തിലുള്ള ശുചീകരണ നയങ്ങളെ പുനഃപരിശോധിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് കാണിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ ലക്ഷ്യമിടുന്ന ആധുനികവൽക്കരണവും ഹൈസ്പീഡ് ട്രെയിനുകളുടെ വരവും യാഥാർത്ഥ്യമാകണമെങ്കിൽ
സ്റ്റേഷനുകളുടെ അടിസ്ഥാന ശുചിത്വം മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. ഇതിനായി മാലിന്യ നിർമ്മാർജ്ജനത്തിനും ഡ്രെയിനേജ് നിരീക്ഷണത്തിനും അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്, ഉദാഹരണത്തിന് സ്മാർട്ട് ഡസ്റ്റ്ബിന്നുകൾ, സെൻസർ അധിഷ്ഠിത നിരീക്ഷണ സംവിധാനങ്ങളുമൊക്കെ ഉപയോഗിക്കാം. ഇത് ശുചീകരണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കും. അതോടൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി കരാറെടുക്കുന്ന ഏജൻസികളുടെ കാര്യക്ഷമത കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് ഉത്തരവാദിത്തം ഉറപ്പാക്കുകയും ഗുണനിലവാരം നിലനിർത്തുകയും വേണം. മറ്റൊരു പ്രധാന മാർഗം യാത്രക്കാർക്കിടയിൽ ശുചിത്വത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം ശക്തമാക്കുകയും മാലിന്യം വലിച്ചെറിയുന്നവർക്ക് ഉയർന്ന പിഴ ചുമത്തുകയും ചെയ്യുക എന്നതാണ്. കൂടാതെ രാജ്യത്തുടനീളം ഏറ്റവും വൃത്തിയുള്ള സ്റ്റേഷനുകളുടെ മാതൃകകൾ മറ്റ് സ്റ്റേഷനുകളിൽ നടപ്പിലാക്കാൻ പ്രോത്സാഹിപ്പിക്കണം. ഉദാഹരണത്തിന് സ്വച്ഛ് റെയിൽ സർവേകളിൽ ഉയർന്ന റാങ്ക് നേടിയ സ്റ്റേഷനുകളുടെ പ്രവർത്തന രീതി പഠന വിഷയമാക്കിയാൽ ഈ വിജയകരമായ മാതൃകകൾ മറ്റ് സ്റ്റേഷനുകളിലും പ്രാവർത്തികമാക്കാൻ സാധിക്കും. റെയിൽവേ സ്റ്റേഷനുകളുടെ വൃത്തി കേവലം സൗന്ദര്യത്തിന്റെ മാത്രം കാര്യമല്ല, അത് ലക്ഷക്കണക്കിന് യാത്രക്കാരുടെ ആരോഗ്യവുമായി നേരിട്ട് ബന്ധപ്പെട്ടുമിരിക്കുന്നു. തിരക്കേറിയതും പ്രധാനപ്പെട്ടതുമായ ഈ സ്റ്റേഷനുകൾ വൃത്തിഹീനമാകുമ്പോൾ ഇന്ത്യൻ റെയിൽവേ യാത്രക്കാർക്ക് നൽകുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഉറപ്പാണ് ലംഘിക്കപ്പെടുന്നത്. സർക്കാർ, റെയിൽവേ അധികൃതർ, ശുചീകരണ ഏജൻസികൾ, പൊതുജനങ്ങൾ എന്നിവർ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കൂ. ഇന്ത്യ ലോകശക്തിയായി വളരുമ്പോൾ അതിന്റെ ഗതാഗത കേന്ദ്രങ്ങൾ ലോകോത്തര നിലവാരത്തിലുള്ള ശുചിത്വം പാലിക്കേണ്ടതും അനിവാര്യമാണ്. വൃത്തിയുള്ള ഒരു യാത്ര ഓരോ പൗരന്റെയും അവകാശമാണ്. ഈ റിപ്പോർട്ടുകൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇനിയും നമുക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്, മാലിന്യം നീക്കം ചെയ്തുകൊണ്ട്.